ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കേൾക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. കഴിഞ്ഞ എപ്പിസോഡ് ഓർമ്മയുണ്ടോ? പിന്നെ എന്തായിരുന്നു? ഗുണ്ടിതം എപ്പിസോഡ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഗുണ്ടിതാണല്ലോ മെയിൻ ആയിട്ടുള്ള സംഭവം. അതെ, അതായത് ഗുണ്ടിതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു മിത്ത് എവിടെയോ പരന്നിട്ടുണ്ട്. എവിടെയൊന്നല്ല, അത് ഇന്നലത്തെ ഒരു ഗുണ്ടിതം വന്ന് വിജയിച്ചു പോയി. ഇന്ന് അതും പ്രതീക്ഷയോടും കൊണ്ട് വരണ്ട. സംഭവം ശരിയാണ്, ഇന്നലെ കുറെ ഗുണ്ടിതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ കുറെ ചോദിച്ചു. അതായത് ഗുണ്ടിതം തരുന്നതൊക്കെ ഞാൻ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഗുണ്ടിതങ്ങൾ വന്നിട്ടുണ്ട്. അത് പേയ്മെന്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ചിലര് കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. 199 ഗുണ്ടിതം, 199 രൂപ റീചാർജിന്റെ ഓപ്ഷൻ ഒക്കെ പോലെ. ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കാരണം ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി നിങ്ങളുടെ ഗുണ്ടിതം നമുക്ക് തരികയാണെന്ന്. പക്ഷെ അതങ്ങനെയല്ല. ഇത് അവരത് കച്ചവടം നിൽക്കുന്നടാ, അവരവരുടെ ബിസിനസ്. അതങ്ങനെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ അല്ല, നിന്റെ വിജയം മാത്രം നോക്കിക്കൊണ്ട് നിൽക്കും അവര്. ഇന്ന് ഏതാ പേയ്മെന്റ് ഉള്ള ഗുണ്ടിതമാണോ എടുക്കുന്നത് അതോ പേയ്മെന്റിൽ എടുക്കാം? 199 രൂപക്ക് ഒരു ഗുണ്ടിതം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗുണ്ടിതം എങ്ങനെ വർക്കാവും എന്നുള്ളത് നോക്കാം. സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പാവം, അഹങ്കാരമില്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ഗുണ്ടിതം എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തുടങ്ങാം. എന്താണ് 12? ഇടയ്ക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയണം, നല്ലതാണ്. അതെ, അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. 12-18. ഓക്കെ, അപ്പൊ ഇന്നത്തെ അജണ്ട എന്താണ്? ഇന്നത്തെ അജണ്ട എന്താ? ചൂടാ, തമിഴൊക്കെ പറഞ്ഞും പോയി. ഇനിയിപ്പോ ഏതെങ്കിലും ഒന്ന് പറയാടാ കളിയാ. ഞാൻ എന്നും പറയണല്ലേ. റിലീസ് ആവാൻ പോകുന്നത്. അത് റിലീസ് ആയത് റിലീസ് ആകാത്തതുണ്ടല്ലോ. റിലീസ് ആവാൻ പോകുന്നത്. ഹെഡ് ഫസ്റ്റ്. ഓക്കെ, ഗുണ്ടിതം എന്ന് പറഞ്ഞാൽ ഗുണ്ടായിട്ടിരിക്കാനല്ല. അത് കൊള്ളാം. മധുവിധു, ഷറഫുദ്ദീൻ. ഇതിപ്പോ ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതേ ഗുണ്ടിതം വിൽപ്പനക്ക് വെച്ച് ബിസിനസ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെൻഷൻ വരുള്ളൂ. കാരണം എന്താ അറിയോ, ഇത് വർക്ക് ആയാലേ ഇവർക്ക് കുറച്ച് കൂടുതൽ പൈസ മാർക്കറ്റ് പിടിക്കണമെങ്കിലേ ഇത് വർക്കാവണം. എന്താണെങ്കിലും ഷറഫുദ്ദീൻ കല്യാണി പണിക്കർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. വിഷ്ണു അരവിന്ദാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് കൂട്ടുവോ? പിന്നെ റിലീസ് ആവാത്തല്ലേ? അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി അനൗൺസ്മെന്റ് ചെയ്യുന്നൊന്നും ഇല്ലാതെ സിനിമ ചെയ്ത് റിലീസ് ആവാത്തത് പോയിന്റ് ആയി വരും. ഓക്കെ, അടുത്തത് പെറ്റ് ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീനെ പിടിച്ചു തന്നെയാണ് കളി കേട്ടോ. പെറ്റ് ഡിറ്റക്റ്റീവ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം 16-ാം തീയതി പെറ്റ് ഡിറ്റക്റ്റീവ്. ഓക്കെ, 1-1 പോരട്ടെ. ആശാൻ. ജോമോൻ ജ്യോതിർ നായകനാവുന്ന സിനിമയാണ്. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്തായാലും ജോമോൻ ജ്യോതിർ നായകനാവുന്നു, അതാണ് ഇതിന്റെ പ്രത്യേകത. മറ്റേതൊക്കെ സൈഡ് റോളുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇതിന് മുൻപ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഓരോരുത്തരുടെ ലുക്കും വേറിട്ട ലുക്കുകളാണ്. അതെ. ഓക്കെ, അടുത്തത് കറുപ്പ്. ഞാനത് മറന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വരുമായിരിക്കും. എന്തായാലും കറുപ്പ് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു ദീപാവലിക്ക്. ഓക്കെ, വരുമെന്നാണ് ഒരു സൂചന കിട്ടുന്നത്. റൂമർ. അതെ, അത് ഉറപ്പിക്കാനും പറ്റൂല, ഒഫീഷ്യൽ അല്ല. RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ നായകനാവുന്ന സിനിമയാണ് കറുപ്പ്. വരട്ടെ, തീർച്ചയായിട്ടും വരട്ടെ. അടുത്തത് ആശകൾ 1000. ജയറാമും കാളിദാസ് ജയറാമും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പാക്കപ്പ് ആയിട്ടുണ്ട്. ജി പ്രജിത്ത് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 3-2 കട്ട മത്സരമാണല്ലോ ഇത്. ഇങ്ങനത്തെ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടുത്ത മത്സരത്തിലായിരിക്കും പോവുക. കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. വിജയ് ദേവാരകൊണ്ട നെക്സ്റ്റ്. അതായത് വിജയ് ദേവാരകൊണ്ട, കീർത്തി സുരേഷും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. രവി കിരൺ കൊല, ഗുണ്ടിതോ കൊലയും ഒക്കെ എപ്പിസോഡ് ഫുള്ള് കൊലയും ഗുണ്ടിതോ ഒക്കെ ഉള്ളത്. നല്ല മനുഷ്യന്മാരൊന്നും ഇല്ലേ? പൈസക്ക് വെച്ച സാധനം വല്ല വർക്കാവും അത്. അടുത്തത്
HRX ഫിലിംസിന്റെ ബാനറിൽ ഒരു വെബ് സീരീസ് വരുന്നുണ്ട്. സ്ട്രോം എന്നാണ് വെബ് സീരീസിന്റെ പേര്. സ്ട്രോം. നമ്മുടെ പാർവതി തിരുവോത്താണ് നായികയായിട്ട് വരുന്നത് കേട്ടോ. എന്താണെങ്കിലും വരട്ടെ. ആമസോൺ പ്രൈമിലാണ് വരാൻ പോകുന്നത് വെബ് സീരീസ്. ഇതൊക്കെ എത്രയും 4-3 കാട്ടാളൻ 4 സമ്മതിക്കൂല. കാട്ടാളൻ സിനിമയുടെ കുറച്ച് ലൊക്കേഷൻ സീരീസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കിടിലൻ എപ്പിസോഡായിരിക്കും. എന്തായാലും കാട്ടാളൻ സിനിമ ഷൂട്ട് അതായത് തായ്ലാൻഡിലായിരുന്നു. അവിടെയുള്ള ഷെഡ്യൂൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ. പെപ്പെ നായകനാവുന്ന സിനിമയാണ്. ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. പോൾ ജോർജ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്ക് ഇതാ ഇപ്പോൾ അടുത്താണ് കഴിഞ്ഞ ഇന്നലെ അല്ലേ? ഇന്നലെ ഈവനിങ് ആയിരുന്നു ഫസ്റ്റ് ലുക്ക് വന്നത്. അത് വർക്കാവോ? ഗുണ്ടിതം വല്ലതും വർക്കാവോ? തുടക്കം. ലാലേട്ടനും പിന്നെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ കാസ്റ്റിംഗ് കോൾ മറന്നുപോയി. എന്തായിരുന്നു എന്നുള്ളത് ആലോചിച്ചെടുക്കാൻ വേണ്ടി ആ വിസ്മയം വന്നപ്പം വിസ്മയിച്ചു. അടുത്തത് സൂര്യ 46 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീൽസ് കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മമിത ബൈജുവിൻ്റെ ലുക്കൊക്കെ ഇതിലുണ്ട്. ആള് ഭയങ്കര എങ്ങും സൂര്യക്ക്. അപ്പൊ സൂര്യയുടെ പേരായിട്ടല്ലേ വരുന്നത്? സൂര്യയുടെ പേരായിട്ട് അങ്ങനത്തെ ഒരു അല്ലേ പറയാൻ പറ്റൂല. പക്ഷെ സൂര്യ ഭയങ്കര എങ്ങായിട്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. എന്താണെങ്കിലും 5-5 എന്തോടത് എടാ ഒരു ലീഡ് കൊണ്ടടാ. അതാണ് അതിനുള്ളൊരു സമയം. 199 രൂപ തന്നല്ലേ നിനക്ക് ലീഡ് തരണം. ഒരു ലീഡ് താടേ. അടുത്തത് ബെൻസ് സിനിമയിൽ നിവിൻ പോളി ഈ മാസം ജോയിൻ ചെയ്യും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. സർവമായ ഏകദേശം തീർന്നില്ലേ? പിന്നെ അപ്പം റിലീസിന് ഒരുങ്ങി നിൽക്കുകയല്ലേ. ഓക്കെ. അടുത്തത് ഐ ആം ഗെയിം സിനിമയിൽ നമ്മുടെ ആൻ്റണി പെപ്പെ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പോസ്റ്റർ ഇന്നലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റർ കിടില ലുക്കിലാണ്. എന്തൊരു ഗെയിം അത്. 6-6 ഞാനിവിടെ ഉരുകി തീർന്ന്. ഞാനും കറുപ്പായതുകൊണ്ട് അധികം പുറത്തോട്ട് കാണൂല. പക്ഷെ ചൂടറിയില്ലേ? ചൂട്. അപ്പൊ എന്നെക്കാളും നീ ഉരുകുന്നുണ്ടോ? അത് ഉള്ളില് പുകഞ്ഞോണ്ടിരിക്കുക. അരസൻ. അപ്പൊ റിലീസ് ആയത് ഒന്നുമില്ല. അതാ ഞാനും ആലോചിക്കണേ. എല്ലാം എടുത്തത് ഇത് തന്നെ. അരസൻ സിനിമയിലെ അനിരുദ്ധിന്റെ മ്യൂസിക് ചെയ്യുന്ന കുറച്ച് സ്റ്റിൽസ് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ പോന്നോട്ടെ. അപ്പോൾ എന്തായാലും അത് കൺഫേം ആയിരുന്നു. അപ്പോൾ അത് ഉറപ്പിച്ചു. സ്റ്റിൽസും കൂടി വന്നപ്പോൾ അതെ അനിരുദ്ധ തന്നെ മ്യൂസിക് ചെയ്യും. അടുത്തത് ഒറ്റക്കൊമ്പൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഒറ്റാതെ വായിച്ചിട്ടുള്ളൂ. അപ്പോഴേ ഒറ്റക്കൊമ്പൻ സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ. ഓക്കെ. അയ്യോ വല്ലാത്ത തെരഞ്ഞെടുപ്പായി പോട്ടോ. വല്ലാത്തൊരു അജണ്ടയായി പോയി. അടുത്ത വട്ടെ മമ്മൂട്ടി രഞ്ജിത്ത് മൂവി. ഇത് ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നായകൻ ആരാണെന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. ലീഡ് ചെയ്തു. വെബ് സീരീസും കണക്കൂട്ടില്ല കേട്ടോ. അപ്പൊ വള്ളി പോയി പറഞ്ഞാൽ മതി. ആഹാ ഷോർട്ട് ഫിലിം പോലല്ല വെബ് സീരീസ്. വെബ് സീരീസ് എനിക്ക് 4 സിനിമയാക്കി കൂട്ടണം കേട്ടോ. ചാൻസ് ഉണ്ടോ? ഇല്ല. യന്ത്രം ഞാൻ വാങ്ങിച്ചായിരുന്നു. അതിനിപ്പോ ഒന്നും കിട്ടിയില്ലേ? ഒരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടിട്ട് ഇപ്പൊ കിട്ടിയില്ലേ? അതുപോലെ സിനിമ അതായത് റിലീസിനെത്തുന്നത് ഡിസംബർ 24 ആയിരിക്കും എന്നുള്ളത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അനൗൺസ് ചെയ്തിരിക്കുന്നു. വെറുതെ പറഞ്ഞാൽ ആയിരിക്കും, എനിക്കറിഞ്ഞൂടാ. കാരണം മറ്റേ ആഷല്ലേ, അല്ല വെറുതെ പറഞ്ഞാവാൻ ചാൻസ് കുറവാ. അല്ലൊരു ആൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എപ്പോഴും. എല്ലാം നേരത്തെ 8-7 ആയിട്ടോ. ലാസ്റ്റ് വീഡിയോ പോരട്ടെ. അടുത്തത് എനിക്ക് വലിയ ശുഷ്കാന്തി ഒന്നുമില്ല. പോരന് കിട്ടുന്നത് കിട്ടട്ടെ. ചോദ്യം എത്രയ്ക്കായിരുന്നു ലീഡ്? 1-ന്. എത്രയ്ക്കായിരുന്നു? അപ്പൊ വെബ് സീരീസ് കൂട്ടൂല. ഒരു മിനിറ്റ് ശരിക്കല്ലേ. ഒരു സാധനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ അത് 100 ഗുണ്ടിത കൊണ്ട് നീ പൊക്കോന്ന് വർക്കാവാത്ത ഗുണ്ടിതമായിട്ട് വന്നിരിക്കുക.
തന്നിരിക്കുന്നു. ഇത് മാർക്കറ്റിൽ എടുക്കൂല കേട്ടോ മോനെ, വർക്ക് ചെയ്യാത്ത ഗുണ്ടിതാണിത്. ഏറ്റില്ല. സൂരജ് തമ്പി ആളുടെയാണ് ചോദ്യം. സൂരജ് തമ്പി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തില്ല, എൻ്റെ ഉണ്ട്. നീ എന്റെയിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ ചോദ്യങ്ങൾ. നമ്മളങ്ങനെ ഒരു സാധനം ഒഴിവാക്കാൻ പാടില്ലല്ലോ. ചോദ്യം ഇതാണ് ബ്രോ. ചോദ്യം 2005 2006 ബ്ലോക്ക് ബസ്റ്റർ ആയ സിനിമകളല്ലേ അന്യൻ, ഗജനി, പോക്കിരി. നിങ്ങൾ അറിയപ്പെടുന്ന ആക്ടറായെന്ന് കരുതുക. ഓക്കെ, ഈ പടം റീമേക്ക് ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ ഏത് പടം സെലക്ട് ചെയ്യും? രണ്ടുപേരും പറയണം. ഓക്കെ, 3 ചെയ്താലോ? 3 ചെയ്താൽ പൊളിക്കും. എന്താണെങ്കിലും ഇത് ഒന്നും കൂടി അതാ പറഞ്ഞേ, പഴയ സിനിമേന്റെ ഒരു വാല്യൂ അവർക്ക് അപ്പം മനസ്സിലാവും. നമ്മളിത് 3 റീമേക്ക് ചെയ്യുകയാണെങ്കിൽ. ഏതൊക്കെയാണ്? ഗജനി, അന്യൻ, ഗജനി, പോക്കിരി. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അന്യൻ ചെയ്യുള്ളൂ, പിന്നെ ഗജനി ചെയ്യുള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അന്യൻ ചെയ്യുമ്പോഴേ നീ ഏതിലാ ചെയ്യുന്നത്? മലയാളത്തിലോ? അല്ല, തമിഴ് തന്നെ ചെയ്യണം. തമിഴ് തന്നെ ചെയ്യും. അല്ല, അതല്ല ഇപ്പൊ ഒരു വൈബുള്ളൂ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിക്രം ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഓ, ഞാൻ ഗെയിം നിന്റെ അതേ ലുക്കുള്ള നടനുണ്ട്, വിക്രം ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഗജനി അതിനുശേഷം ഗജനി അത് സൂപ്പർ ആയിരിക്കും. മുട്ടയൊക്കെ അടിച്ച ദേഹത്ത്. പിന്നെ എന്താ പറയാ, ദേഹത്ത് ഒന്നും എഴുതി വെക്കണ്ട. നാട്ടുകാരെ കുത്തി വരഞ്ഞതുണ്ട്, കത്തിയായിട്ടും ഒരാവശ്യമില്ല. എല്ലാം ഏതൊരാളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടനായിട്ട് അഭിനയിക്കും വേണ്ട, ഓൾറെഡി പൊട്ടനാണല്ലോ. മുട്ട നടന്നാ മതി, അതിലാണ് മുട്ട അടിച്ചാൽ മതി. ഓക്കെ, പിന്നെ അതിനുശേഷം നിനക്ക് പോക്കിരി മൂന്നാമത്? അല്ല, പോക്കിരി എനിക്ക് ഇത് ഈ 2 സിനിമകൾ വെച്ച് നോക്കും പോക്കിരി മൂന്നാമത് തന്നെ എന്റെ മുന്നിൽ. അങ്ങനെ അത് സീരിയസ് അതുകൊണ്ടാണോ അതോ അതുകൊണ്ട് ഫൈറ്റ് ചെയ്യണം, ഡാൻസ് ചെയ്യണം, പണി കൂടുതലുള്ള? ഒരിക്കലും അല്ല. അതാ ഗജനിയിലും ഉണ്ടല്ലോ, ഫൈറ്റ് ചെയ്യണം. അന്യനിലുള്ള ഫൈറ്റോ? അല്ല, അന്യനിലുള്ള ഡാൻസോ? അതൊക്കെ വെച്ച് നോക്കും. അതുകൊണ്ടല്ല, നമ്മളെന്താ കണ്ടന്റ് വൈസ് ആണെങ്കിലും സിനിമ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു അന്യനും ഗജനിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ പോക്കിരി. പിന്നെ മാത്രല്ല വേറെ കാര്യമുണ്ട്, പോക്കിരി മറ്റൊരു സിനിമയുടെ റീമേക്ക് വീണ്ടും നമ്മൾ റീമേക്ക് ചെയ്യണം. ഇവിടെ മറ്റുള്ളതൊക്കെ അങ്ങോട്ട് റീമേക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളൂ. അല്ല, ഗജനി കുറച്ച് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കുറേശ്ശെ. പക്ഷെ എന്നാ പോലും അത് നമുക്കത് ഫ്രഷ് ആയിരുന്നു തരുമ്പോ. പോക്കിരി അന്ന് തരുമ്പോഴും അത് ഫ്രഷ് അല്ല. അതിന് മുന്നില് നമ്മള് അതിന്റെ തെലുങ്കും അതൊക്കെ വന്നതിന്റെ ശേഷമാണ് അത് വരുന്നത്. ഇനിയിപ്പോ ഞാൻ പറയണ്ടേ? പറഞ്ഞോ. ഞാൻ ആദ്യം എടുക്കുന്നുണ്ടെങ്കിൽ ഗജനി, ശേഷം അന്യൻ, ശേഷം പോക്കിരി എടുക്കൂല. എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നായകനായിക്കോളാം. അല്ല, സത്യത്തിൽ രണ്ടാമത് എടുക്കാൻ അവസരം കിട്ടും. നീ നായകനായിട്ടാണല്ലോ അല്ലേ? അല്ല, ആദ്യത്തെ എടുക്കുമ്പോ പൊട്ടും. ചോദ്യം മനസ്സിലാക്കിയായിരുന്നോ? ഈ കേട്ടോ? കേട്ടു. ആദ്യത്തെ സിനിമ ചെയ്യുന്നതോടെ പൊട്ടും. പിന്നെ നമ്മളില്ല, സമയമില്ല. അതിനകത്ത് വേറെ കാര്യം, നമ്മൾ സംവിധാനം ചെയ്യല്ലോ. അല്ല, എനിക്ക് സത്യം പറയാ, എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ആ ഒരു താല്പര്യം ഇല്ല. ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ട് അത് അവര് വിശ്വസിച്ചു. നിനക്ക് നീ ഇവിടെ വന്നിരുന്നിട്ട് അഭിനയിക്കുന്ന എന്നും കാണുന്ന അവരോടാണ് നീ പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോ അവരത് വിശ്വസിച്ചു പോയേനെ. ഗുണ്ടിതത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ഗുണ്ടിതം ഇടുന്നത് എങ്ങനെ അങ്ങനല്ലേ? ഗുണ്ടിതം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഉത്കണ്ഠ എന്നാണ് അല്ലേ? അതിന് അർത്ഥത്തിന് നമ്മുടെ പ്രാധാന്യം ഉണ്ടോ? നമ്മളിപ്പോ എല്ലാം അറിഞ്ഞിട്ട് പറയുന്നത്, നമ്മളത് നമ്മുടേതായ രീതിയിലേക്ക് വളച്ചൊടിക്കുക. ഞാൻ പറഞ്ഞ അഭിനയിക്കുന്ന നീയാണോ എന്നിട്ട് ഇവരോട് ഇരുന്നിട്ട് എനിക്ക് അഭിനയം അറിയില്ല എന്ന് പറയണത്? നീ ശരിക്കും രാജമൗലി ആവേണ്ട ആള്. അതായത് ഒരു സിനിമ നീ ചെയ്യുവാണെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആളെന്ത് സേഫ് ആയിരിക്കണം എന്ന്, അതായത് കാണിച്ചു കൊടുക്കണം. രാജമൗലി ചെയ്യുന്നുണ്ട്, അഭിനയിച്ച്. ഞാൻ അങ്ങനെ ആലോചിക്കാം, അങ്ങനെയാണെങ്കിൽ എന്ത് സിമ്പിളാ സിനിമയിൽ അഭിനയിക്കാന്ന്. അത് എക്സ്പ്രഷൻ പോലും ആളിട്ട് കൊടുക്കുന്നു. ഈ എക്സ്പ്രഷൻ ആണ് അവിടെ ചെയ്യേണ്ടതെന്നുള്ളൂ. എന്താലേ അതുമില്ല, പകുതി കിട്ടുള്ളൂ. ഇപ്പൊ നാസറിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, മറ്റേ പ്രഭാസിന്റെയും അത്രയും കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ റാണാ ദഗവതിന്റെയും കിട്ടിയിട്ടുണ്ട്. പ്രഭാസിന്റെ അടുത്ത് അത്രയും കിട്ടിയോന്ന് ചോദിച്ചാൽ അത്രയും കിട്ടിയിട്ടില്ല. തീരെ കിട്ടാറില്ല. അന്ന് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. എവിടേക്ക് എത്തി നമ്മൾ പോയി. എന്തായാലും ഡയറക്ടറും ആകാൻ പോകുന്നില്ല, നടനും ആകാൻ പോകുന്നില്ല, അതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. സിനിമയും ഇറക്കി പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ല, ഇത് ഇനിയിപ്പോ സത്യമായിട്ട് പറയാം, നടനായാലും സംവിധായകനായാലും ഈ 3 സിനിമയിലും ഞങ്ങൾ ആരും കൈവെക്കാൻ പോണില്ല.
അതെ, അതിനുള്ള യോഗ്യത സത്യമായിട്ടുമില്ല. അത് നമ്മൾ കോമഡി ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ഇങ്ങനെ വന്നതുകൊണ്ട് ആ രീതി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല എന്താ പറയുക, ഇതിപ്പോ നിങ്ങൾക്ക് എന്താ അങ്ങനെ എടുത്തൂടെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചില ഫാൻസ് ഉണ്ട്, ഇവർക്ക് മനസ്സിലാവില്ല, ഇവർ കുറച്ച് അന്ധത കുറച്ച് കയറിയ ആൾക്കാർ. നമ്മൾ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവൂല. അവരുടെ വിചാരം ഞങ്ങളുടെ ആൾക്കാരെ മോശം. അതെ, എന്താണെങ്കിലും ഗംഭീര കിഴിയായിരുന്നു. ഒരു സൈഡ് ഉരുകി തീർന്നിട്ടുണ്ട്. പോവാണ് മറ്റുള്ള വിശേഷമായിട്ട്. 199 രൂപയുടെ ഗുണ്ടിതം, വന്ന കുറെ ഗുണ്ടിതത്തിൽ ഏറ്റവും റേറ്റ് ഉള്ള ഗുണ്ടിതം ഞാൻ ഏറ്റവും വില കൂടിയത് നോക്കിയെടുത്തതാ. അപ്പൊ വിലക്കല്ല കേട്ടോ കാര്യം, വർക്ക് ചെയ്യുന്ന സാധനം വിലയിൽ ഗുണം കാണിക്കില്ലെന്ന്. എന്താണെങ്കിലും 19 12